മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ അതിശക്തമായ തെളിവുകളുമായി ഇഡി. രേഖകൾ ഇല്ലാതെയും വീണ CMRൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്ന് കണ്ടെത്തൽ. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത്. അതേസമയം CMRൽ കള്ളപ്പണം വെളുപ്പിക്കലിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് ഇഡി. 15 വർഷത്തിനിടെ 182 കോടിയുടെ ക്രമക്കേടാണ് ശശിധരൻ കർത്ത നടത്തിയതെന്നും ഇഡി. ജിജീഷ് കരുണാകരനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. ജിജീഷ്, എന്തായാലും വീണ്ടും 182 കോടിയുടെ തിരിമറിയുടെ വാർത്തകളും കൂടി വരുന്നുണ്ട്. അതിനിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? വലിയ ഒരു മഞ്ഞുമലയുടെ ഒരറ്റം ഓരോന്നായി പുറത്തു വരുന്നു എന്നത് തന്നെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട് പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് തന്നെയാണ് ടി വീണയ്ക്കെതിരായ കൂടുതൽ തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇൻവോയ്സ് ഇല്ലാതെയും CMRൽ നിന്ന് വീണ പണം കൈപ്പറ്റി. കാരണം ഇൻവോയ്സ് ഇല്ലാതെയും CMRൽ നിന്ന് വീണ പണം കൈപ്പറ്റി. കാരണം യാതൊരു തെളിവുകളുമില്ല, അല്ലെങ്കിൽ ഈ പണത്തിന് നൽകുന്ന പണത്തിന് യാതൊരു തെളിവുകളും ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ടി വീണയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തപ്പോഴും ടി വീണ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഇമെയിൽ സന്ദേശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ രേഖാമൂലമുള്ള ഇടപാടുകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നില്ല, ആശയവിനിമയങ്ങളൊന്നും തന്നെ തങ്ങൾ നടത്തിയിരുന്നില്ല എന്നാണ്. അത് കൂടുതൽ വ്യക്തമാക്കുന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെ 45 ലക്ഷമാണ് ടി വീണ ഇത്തരത്തിൽ ഇൻവോയ്സുകൾ ഇല്ലാതെ കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നത്. CMRൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈപ്പറ്റിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായത്. വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്ക് ഇന്ത്യ കോർപ്പറേഷൻ, ആ ഒരു കമ്പനി കേന്ദ്രീകരിച്ച് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനിയെ കേന്ദ്രീകരിച്ചും വലിയ ഒരു പരിശോധന തന്നെയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കാരണം ഇതുവരെ അത്തരത്തിലുള്ള ഒരു കമ്പനിയെക്കുറിച്ച്, ലേക്കർ എന്ന ഒരു കമ്പനിയുടെ വിവരങ്ങൾ ഒരു ഘട്ടത്തിലും പുറത്തു വന്നിരുന്നില്ല. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി ആളുകളെ ചോദ്യം ചെയ്തപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു കമ്പനി കൂടി സാമ്പത്തിക ഇടപാടുകൾക്കായി സൃഷ്ടിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമായത്. അതുകൊണ്ട് തന്നെയാണ് അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ CMRലിന്റെ തട്ടിപ്പ് രീതികൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പല പേരുകളിൽ ചെലവുകൾ ഉണ്ടാക്കി പണം കൈമാറുന്നു, പിന്നീട് ആ പണം ലഭിച്ച ആളുകളിൽ നിന്ന് തിരികെ വാങ്ങുന്നു. അതിന് ഒരു ഇടപാടിന് ഒരു കമ്മീഷൻ തുക ഈ ആളുകൾക്ക് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. ചരക്ക് നീക്കത്തിന്റെ ചെലവ് എന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാർക്ക് ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് പണം കൈമാറും, പിന്നീട് ആ ട്രാൻസ്പോർട്ടർമാരിൽ നിന്ന് തിരിച്ച് കമ്പനിയിലേക്ക് ആ പണം എത്തും. ഇങ്ങനെയുള്ള ഇടപാടിന് കൂട്ടുനിന്നാൽ ഈ ട്രാൻസ്പോർട്ടർമാർക്ക് ലഭിച്ചിരുന്നത് അതിന്റെ തുകയുടെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷനായിട്ട് ലഭിക്കുമെന്നതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നേട്ടം എന്ന് പറയുന്നത്. എന്നാൽ CMRനെ സംബന്ധിച്ചിടത്തോളം ആദായനീതി വകുപ്പുകളുടെ അടക്കമുള്ള കണക്കുകളിൽ നിന്ന് കള്ളപ്പണം ഒളിച്ചു വയ്ക്കാൻ, മറച്ചു വയ്ക്കാൻ കഴിയുന്നു എന്നത് തന്നെയായിരുന്നു ഈ ഒരു തട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. പിന്നെ ആ പണം പിൻവലിച്ച ശേഷം പിന്നീട് CMRലിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനായിരുന്നു ഈ ഇടപാടുകാരോട് നിർദ്ദേശിച്ചിരുന്നത്. ഇങ്ങനെയെല്ലാമുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളും തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ടി വീണയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും CMRലിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കൂടുതൽ കുരുക്ക് മുറുകുക തന്നെയാണ്. തീർച്ചയായും ജിജീഷ്, എന്തായാലും ഈ 15 വർഷത്തിനിടെ 182 കോടിയുടെ ക്രമക്കേടാണ് ശശിധരൻ കർത്ത നടത്തിയതെന്നുള്ള വിവരമാണ് ഇപ്പോൾ ED റിപ്പോർട്ടിൽ നിന്ന് വരുന്നത്. ഈ ശശിധരൻ കർത്തയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ആഴങ്ങളിലേക്ക് ഇറങ്ങും തോറും നമുക്ക് വീണ്ടും മനസ്സിലാകുന്നത് വീണയുടെയും പിണറായി വിജയന്റെയും ഇതിലെ സാന്നിധ്യം തന്നെയല്ലേ കൂടുതൽ മറനീക്കി മുന്നോട്ട് വരുന്നത്. തീർച്ചയായും ഈ ഒരു തട്ടിപ്പ് രീതികളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വലിയ ദുരൂഹമായ ഇടപാടുകളിലേക്ക് തന്നെയാണ് ചെന്നെത്താൻ കഴിയുക. ഒന്ന്, ടി വീണ ഈ ഇൻവോയ്സുകളിൽ കൃത്രിമം നടത്തിക്കൊണ്ടുള്ള തട്ടിപ്പുകൾ ഒരു ഭാഗത്ത് നടത്തുന്നു. CMRലിൻ്റെ തട്ടിപ്പ് രീതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കൃത്യമായി കണ്ടെത്തുന്നു. അതിനുമപ്പുറം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന മറ്റു വിവരങ്ങളെ കേന്ദ്രീകരിച്ചും പ്രത്യേകിച്ച് ശശിധരൻ കർത്തയുടെ മൊഴിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് തൻ്റെ പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ടി വീണയുമായി കരാറുകൾ ഉണ്ടാക്കുന്നത്, IT സേവന കരാർ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ വീണയുടെ എക്സാലോജിക്കിന്റെ മെച്ചം കണ്ടിട്ടല്ല. എക്സാലോജിക്ക് വലിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ മിടുക്കരായ കമ്പനിയാണ് എന്ന് അറിഞ്ഞിട്ടുമല്ല. പകരം ടി വീണ പിണറായി വിജയന്റെ മകളാണ് എന്നതുകൊണ്ടാണ്, തനിക്ക് സൗഹൃദമുള്ള, തനിക്ക് അടുപ്പമുള്ള പിണറായി വിജയന്റെ അന്ന്
പിണറായി വിജയന്റെ മകളാണ് എന്നതുകൊണ്ടാണ് ഈ സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം താൻ നിന്നത് എന്ന കാര്യമാണ് ശശിധരൻ കർത്ത മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിരികെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശശിധരൻ കർത്തയ്ക്ക് ആനുകൂല്യങ്ങളായി ലഭിച്ചിട്ടുണ്ടാവുക എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ശശിധരൻ കർത്തയ്ക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളും ക്രമവിരുദ്ധമായ സഹായങ്ങളും പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതിലേക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കൂടി നീങ്ങുകയും ചെയ്യുന്നത്. യെസ്, വ്യക്തമാണ്. ജിജീഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.